ഇന്ന് ലോക പുരുഷ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഒരു വിഭാഗം മനുഷ്യരോട് പുരുഷന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയാൻ പോകുന്ന കാര്യം സ്ത്രീകൾ അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു, നിയമങ്ങളെല്ലാം പുരുഷന്മാർക്ക് എതിരാണ്, ഒരുപാട് പുരുഷന്മാർ ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന ആദ്യത്തെ ഉത്തരങ്ങൾ. ശരിക്കും ഭൂരിപക്ഷം പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതാണോ? ഒരിക്കലുമല്ല. വ്യാജ പരാതികൾ വരുന്നില്ലെന്നോ ഇത്തരത്തിലുള്ള നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നില്ല എന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഏത് കണക്കെടുത്ത് നോക്കിയാലും ഈ ലോകത്തെ ഭൂരിപക്ഷം പുരുഷന്മാരുടെയും പ്രശ്നം എന്തായാലും ഇതല്ല. ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല പറയുന്നത്. എന്നാൽ ഈ പ്രശ്നത്തെ മാത്രം പെരുക്കി കാണിച്ച് യഥാർത്ഥ പുരുഷന്മാരുടെ പ്രശ്നത്തെ ഇവരങ്ങ് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും അത് ദുരുപയോഗം ചെയ്യാറുണ്ട്. പക്ഷെ പുരുഷൻ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവരാരെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുരുഷന്മാരും ഈ പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ഇര തന്നെയാണ്. ഇത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഒരു കൊച്ചാൺകുട്ടി പ്രായമായി കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്ന വീടിന്റെ ബാധ്യതയെല്ലാം അവന്റെ തലയിലാണ്. അവന്റെ ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ അവന്റെ പാഷനോ ഒന്നും അവിടെ ആരും വകവയ്ക്കുക പോലുമില്ല. ഇതിന് കാരണം ആരാണ്? ഇവിടുത്തെ സ്ത്രീകളാണോ? ഒരിക്കലുമല്ല. ഇവിടുത്തെ പാട്രിയാർക്കൽ സമൂഹമാണ്. പുരുഷൻ എന്നാൽ ഗിവറാണ്, അവൻ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് അവനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ഇവിടുത്തെ പാട്രിയാർക്കൽ സമൂഹമാണ്. പക്ഷെ പലപ്പോഴും ഈ പുരുഷന്മാർക്ക് തന്നെ അത് മനസ്സിലാകാറില്ല എന്നതാണ് സത്യം. പിന്നെ മറ്റൊരു സംഭവമാണ് പുരുഷൻ എന്നാൽ മാസ്കുലീൻ ആയിരിക്കണമെന്നത്. മാസ്കുലീൻ അല്ലെങ്കിൽ നീ പുരുഷനല്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതാണ് സത്യം. ഒരു പുരുഷൻ അവൻ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ബി എ മാൻ എന്ന ഉപദേശമാണ് പലരും കൊടുക്കുന്നത്. എന്നാൽ അവൻ എന്താണ് പറയാനുള്ളത്, എന്താണ് അവൻ്റെ പ്രശ്നങ്ങൾ, അതെങ്ങനെ നേരിടാം എന്നൊന്നും അവൻ ആരും പറഞ്ഞു കൊടുക്കാറില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ബി എ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയായി എന്നാണ് അവരുടെ ചിന്ത. നീ ഒരിക്കലും പെണ്ണുങ്ങളെപ്പോലെ കരയാതെടാ എന്നൊരാൾ പറഞ്ഞാൽ അതൊരു ട്രാപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കരയുക എന്നത് പെണ്ണുങ്ങളുടെ ജോലിയാണ്. നമുക്കൊരു ഫെമിനൈൻ നേച്ചർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പൗരുഷത്തെ ബാധിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ തലയിൽ ഇവരടിച്ചേൽപ്പിക്കുന്നുണ്ട്. സ്വന്തം വികാരങ്ങളെയും വിഷമങ്ങളെയും അടിച്ചമർത്തി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുരുഷൻ എങ്ങനെയാണ് അവൻ്റെ പ്രശ്നങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്? അവനതിന് ശ്രമിച്ചാൽ പലരും അത് കേൾക്കാറുമില്ല. ആണുങ്ങളുടെ വികാരങ്ങളെയും വിഷമങ്ങളെയും ഏറ്റവും കൂടുതൽ വില കുറച്ച് കാണുന്നത് ആണുങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടു വളരുന്ന ഈ സമൂഹത്തിലെ സ്ത്രീകളും വിചാരിക്കും ശരിയാണ്, അവൻ്റെ വികാരങ്ങളും വിഷമങ്ങളൊന്നും വലിയ പ്രശ്നമുള്ളതല്ല എന്ന്. പക്ഷേ ഇവിടുത്തെ മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റുകൾക്കും മെന്നിസ്റ്റുകൾക്കും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ സമയമില്ല. ഇവരൊക്കെ എപ്പോഴും പുരുഷന്റെ കാര്യം സംസാരിക്കുന്നത് ഒരു സ്ത്രീ അവളുടെ റൈറ്റിന് വേണ്ടി സംസാരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ പുരുഷന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഇവർ അഡ്രസ്സ് ചെയ്യാറേയില്ല. ഇങ്ങനെ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ വിക്ടിമായി ജീവിക്കുന്ന ഓരോ പുരുഷനും ഹാപ്പി മെൻസ് ഡേ.